ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾക്ക് ഡിജിറ്റൽ പ്രോഡക്ട്സ് സെല് ചെയ്യാനായിട്ടുള്ള വിവിധ മെത്തേഡുകളാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഈ ഒരു വീഡിയോയിൽ ഞാൻ 3 മെത്തേഡ്സ് ആണ് കാണിക്കുന്നത്. നമുക്കത് എങ്ങനെ, അതായത് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല് ചെയ്യാനായിട്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്ന കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല, മെത്തേഡ്സ് മാത്രമാണ് കാണിക്കുന്നത്. ഡിജിറ്റൽ പ്രോഡക്ട്സ് സെല് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ മെത്തേഡാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് ഗേറ്റ്വേ അല്ലെങ്കിൽ പേയ്മെൻറ്റ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പേടിഎം, റാസോർ പേ, ഫോൺ പേ തുടങ്ങിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBI അപ്രൂവ് ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുമാണ് ഇതിനകത്ത് കുറച്ചെണ്ണമൊക്കെ. നമ്മളിപ്പോൾ പേടിഎം, ഫോൺ പേ ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതുമാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് തന്നെ അതിനോടൊരു വിശ്വാസമുണ്ട്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റാസോർ പേ ആണ്. റാസോർ പേയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടിക്കറ്റ്സും ഇവൻറ്റ്സും ഒക്കെ നമുക്ക് സെല് ചെയ്യാൻ സാധിക്കും, ഡൊണേഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് ആകട്ടെ, ഫിസിക്കൽ പ്രോഡക്റ്റ്സ് ആകട്ടെ, അതൊക്കെ നമുക്ക് ഇതിനകത്തൂടെ സിമ്പിളായിട്ട് സെല് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ പേടിഎത്തിനകത്തും ഫോൺ പേക്കകത്തും ഒക്കെ സാധിക്കുമെങ്കിലും കുറച്ചുകൂടെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ വരുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് റാസോർ പേ ആണ്. ഇനി ഫോൺ പേയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കത് ഫ്രീ ആണ്. അതായത് ഈ ഒരു റാസോർ പേയും പേടിഎമ്മും ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് വരുന്ന ആ ഒരു പൈസയുടെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ 2% അവർ കട്ട് ചെയ്യും. അതായത് അവരുടെ സർവീസ് റൺ ചെയ്യാനായിട്ട് അവരത് യൂസ് ചെയ്യും. അതേസമയം ഫോൺ പേയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ 100% മണിയും, അതായത് നമ്മൾ എന്തോരം റവന്യൂ ക്രിയേറ്റ് ചെയ്യണോ ആ ഒരു റവന്യൂ ഫുള്ള് നമുക്ക് ലഭിക്കും. അതാണ് ഈ ഒരു ഫോൺ പേയുടെ മെച്ചം. ഇനി നമ്മളുടെ രണ്ടാമത്തെ മെത്തേഡാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. വെബ്സൈറ്റ് എന്ന് പറയുമ്പം നമുക്ക് വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് wordpress.org അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ സൈറ്റ്സുമെല്ലാം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് wordpress.org നിന്നും വേർഡ്പ്രസ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറിനെ ഒരു സെർവറായിട്ട് മാറ്റുകയോ, അല്ലെങ്കിൽ അതായത് കമ്പ്യൂട്ടറിനകത്ത് തന്നെ ഹോസ്റ്റ് ചെയ്യുകയോ, അല്ല എന്നുണ്ടെങ്കിൽ ഹോസ്റ്റിങ്ങറോ അല്ലെങ്കിൽ wordpress.com പോലത്തെ ഹോസ്റ്റിംഗ് സർവീസസ് യൂസ് ചെയ്യുകയോ വേണം. ഹോസ്റ്റിങ്ങറിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിലാണ് കാര്യങ്ങളുള്ളത്. വേർഡ്പ്രസ്സിൻ്റെ ഒരു വെബ്സൈറ്റ് തന്നെ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത്, അതായത് ഹോസ്റ്റിങ്ങറിനകത്ത് ഡെവലപ്പ് ചെയ്ത് അതിനെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഹോസ്റ്റിങ്ങറിൻ്റെ വെബ്സൈറ്റ് ബിൽഡർ യൂസ് ചെയ്ത് നമുക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് അതിനെ ഹോസ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഹോസ്റ്റിങ്ങറിനകത്തെ കാര്യം. ഇനി wordpress.com വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഇവിടെ അപ്ഗ്രേഡ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് wordpress.com ഒരു പ്ലാൻ എടുത്ത് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രൈസിങ് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഹോസ്റ്റിങ്ങറിനകത്തെ മെയിൻ സ്റ്റോർ ഓപ്ഷൻ എന്ന് പറയുന്നത് വൂകോമേഴ്സ് ആണ്. വേർഡ്പ്രസ്സിനകത്തെ മെയിൻ സ്റ്റോർ ഓപ്ഷൻ വരുന്നത് വൂകോമേഴ്സിലൂടെയാണ്. വൂകോമേഴ്സ് ആണ് ഈ ഒരു വേർഡ്പ്രസ്സിനകത്തെ സ്റ്റോഴ്സിനെ പവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൂകോമേഴ്സിനാണ് നമ്മൾ പല പേയ്മെൻറ്റ്സും കൊടുക്കേണ്ടി വരുന്നത്. വൂകോമേഴ്സ് വഴിയാണ് നമ്മൾ പല പേയ്മെൻറ്റ്സും അക്സെപ്റ്റ് ചെയ്യുന്നതും. വൂകോമേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഡിജിറ്റൽ പ്രോഡക്ട്സും ഫിസിക്കൽ പ്രോഡക്ട്സും എല്ലാം സെല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഗൂഗിൾ സൈറ്റ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു പേയ്മെൻറ്റ് ഫീച്ചേഴ്സും അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഫീച്ചേഴ്സും അവൈലബിൾ അല്ല. നമുക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നത് നമ്മൾ ഈ ഒരു ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ റാസോർ പേ ഉപയോഗിച്ചും ഈ ഒരു പേടിഎം ഉപയോഗിച്ചും എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പേയ്മെൻറ്റ് പേജിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് എംബെഡ് ചെയ്യാൻ സാധിക്കും. ഇത് മാത്രമാണ് ഈ ഒരു ഗൂഗിൾ സൈറ്റ്സിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ബിസിനസ്സിന് ഒരു വെബ്സൈറ്റ്, അത്രയേ ഉള്ളൂ. ഇനി മൂന്നാമത്തെയും അവസാനത്തെ മെത്തേഡാണ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് നിൽക്കുന്നതാണ് ഗംറോഡും പേഹിപ്പും ഒക്കെ. ഗംറോഡിനകത്ത് 10% ഫ്ലാറ്റ് കട്ട് ചെയ്യും. പേഹിപ്പിനകത്തോട്ട് വന്നു കഴിഞ്ഞാലും അതിനകത്തും പ്രൈസിങ് പോയി കഴിഞ്ഞാൽ നല്ല പ്രൈസിങ് ആണ് അത് എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കോസ്മോ ഫീഡിനോട് വളരെയധികം താല്പര്യമുള്ളത്. കോസ്മോ ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം പോലെ തന്നെ നമുക്ക് കോഴ്സും പേയ്മെൻറ്റ് പേജും ഒക്കെ പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് ഒരു പേയ്മെൻറ്റ് പേജ് പോലെ, ഈ ഒരു പേയ്മെൻറ്റ് പേജിന് ഉദാഹരണമാണ് ഇവിടെ നമ്മൾ രാസോർപ്പയിൽ കണ്ട ഈ ഒരു സെയിം രീതിയിലാണ് നമുക്ക് ഈ ഒരു കോസ്മോ ഫീഡിനകത്തും ആ ഒരു പേയ്മെൻറ്റ് പേജ് വരുന്നത്. നമുക്കിതിനകത്ത് ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് വളരെ സിമ്പിളായിട്ട് തന്നെ സെല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിജിറ്റൽ പ്രോഡക്ട്സിന് ഏറ്റവും പറ്റിയൊരു പ്ലാറ്റ്ഫോം എനിക്ക് തോന്നും അത് കോസ്മോ ഫീഡാണ്. ഈ ഒരു കോസ്മോ ഫീഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ പ്രോഡക്ട്സിൻ്റെ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ തുറന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ്സ് പേജ് ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു എല്ലാ പ്രോഡക്ട്സും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് പുതിയൊരു പേയ്മെൻറ്റ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് പേയ്മെൻറ്റ് പേജ് എന്നതിൽ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് പുതിയൊരു പേയ്മെൻറ്റ് പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ പ്രോഡക്ട്സ് സെല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alvin, signing out. Goodbye.